ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് VO എക്സാമിൻ്റെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ഒരു സോൾവ്ഡ് പേപ്പറാണ്. സോ അതിലെ മാത്സ് ക്വസ്റ്റ്യൻസ് മാത്രം സോൾവ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ 87/2016 കാറ്റഗറിയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ ഇതാണ് ക്വസ്റ്റ്യൻ. 2 + 4 + 6 + എക്സെട്ര പ്ലസ് 200 200 എത്രയാണ്? അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് 2, 4, 6, 8, 10 അങ്ങനെ 2 വീതം കൂട്ടി അങ്ങനെ ഓരോ നമ്പേഴ്സ് പോയി 200 വരെയുള്ളതിൻ്റെ സമ്മ് കാണണം, തുക കാണണം. അപ്പോൾ അതിന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 10,000 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ആക്ച്വലി 10,000 കൊടുത്തിട്ടുണ്ട്. അതുപോലെ 10,010 കൊടുത്തിട്ടുണ്ട്, 10,100 കൊടുത്തിട്ടുണ്ട്, 10,001 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിലൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും സമാന്തര ശ്രേണിയാണിത്. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പദവും അവസാനത്തെ പദവും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുക കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. സം എന്ന് പറയുന്നത് ഇതാണ്, ഓർത്ത് വയ്ക്കുക. n/2 ഇൻറ്റു T1 + Tn. ഈ T1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, ലാസ്റ്റ് ടേം തന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടേമാണ് Tn എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാന്തര ശ്രേണിയുടെ സം കാണാനായിട്ട് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഇതിൽ n/2 എന്നുള്ളതിൽ n എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ 2 മുതൽ 4, 6, 8, 10 അങ്ങനെ 200 വരെ പോകുമ്പോൾ എത്ര നമ്പേഴ്സ് വരുന്നു, എത്ര സംഖ്യകൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ടെന്നാണ്. അപ്പോൾ അത് നമുക്കിവിടെ ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല. സോ നമുക്കത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ആദ്യം കണ്ടുപിടിക്കണം. n = the last term minus first term, Tn - T1 ഹോൾ ഡിവൈഡഡ് ബൈ d എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്, ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം, +1. ഓക്കെ, ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് +1 ചെയ്യണം. അപ്പോൾ അവസാനത്തെ നമ്പർ Tn എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200 ആണ് അവസാനത്തെ സംഖ്യ എന്ന് പറയുന്നത്. ആദ്യത്തെ സംഖ്യ നമുക്ക് തന്നിരിക്കുന്നത് 2 ആണ്. അപ്പോൾ 200 - 2 ഡിവൈഡഡ് ബൈ 2, 200 - 2/2. പിന്നെ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് +1 ചെയ്യണം. അതായത് 198/2 + 1, അതായത് 99 + 1 എത്രയാണ്? 100 എന്ന് വരും. ഇനി നമുക്ക് സമ്മ്, തുക കാണാം. തുക കാണുമ്പോൾ എന്ത് വരും? ആദ്യത്തെ ഇക്വേഷനിലിട്ട് കൊടുക്കുക. n/2, അതായത് 100/2 ഇൻറ്റു T1 + Tn, T2 + 200. 2 + 200 എത്രയാണ്? 202 ആണ്. അപ്പോൾ 100 / 2 ഇൻറ്റു 202 എന്ന് വരും. അത് എത്ര വരും? ഈ 202ഉം 2ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 101 വന്നു. 101 ഇൻറ്റു 100 എത്രയാണ്? 100. അതായത് 10,100 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സോ ഇങ്ങനെയാണിത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ എന്തായാലും ഓർത്ത് വയ്ക്കുക, നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇത് റീസണിങ്ങിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് ശരിക്കും. 3 * 2 = 2. ഈ സ്റ്റാറിൻ്റെ ഭാഗത്തെ എന്ത് ഓപ്പറേഷനാണെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. 3 * 2 ചെയ്താൽ കിട്ടുന്നത് 2 ആണ്. അതുപോലെ 4 * 6 ചെയ്താൽ കിട്ടുന്നത് 8 ആണ്. 7 * 6 ചെയ്താൽ കിട്ടുന്നത് 14 ആണ്, 14 ആണ്. അങ്ങനെയാണെങ്കിൽ 8 * 9, 8 * 9 എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ 3 * 2 എങ്ങനെ 2 ആകും? 3ഉം 2ഉം കൂടി എന്ത് ചെയ്താൽ 2 ആകും? അതുപോലെ 4ഉം 6ഉം എന്ത് ചെയ്താൽ 8 ആകും എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഓപ്ഷൻസ് ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം. ഓപ്ഷൻസിൽ 72, 17, 24, 15 ഒക്കെ കൊടുത്തിട്ടുണ്ട്. 72, 17, 24, 15 ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യത്തെ കേസ് എടുക്കാം. ഇപ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പല രീതിയിൽ ആലോചിച്ച് നോക്കണം. ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. 3 * 2 ചെയ്യുമ്പോൾ 2 ആണ് കിട്ടുന്നത് അല്ലേ? അതിന് ഇപ്പോൾ സപ്പോസ് 3 × 2 ചെയ്തു. 3 × 2 ചെയ്താൽ എത്ര കിട്ടും? 6 കിട്ടും. ആ 6ൽ നിന്ന് ഈ 2 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 3 ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 3 × 2 ചെയ്തിട്ട് /3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഈ പറഞ്ഞ ആൻസർ കിട്ടി. ഇനി അടുത്തത് നോക്കുക. 4 * 6 = 8. അപ്പോൾ ഞാൻ ഈ 4 * 6ന് 4 × 6 ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 4 × 6 = 24. 4 × 6 = 24 കിട്ടി. 24 / 3 ചെയ്താൽ എത്ര കിട്ടും? 8 കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി
ഈ കൊടുത്തിരിക്കുന്നതിൽ ഈ സ്റ്റാർ കൊടുത്തിരിക്കുന്ന രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് അതിനെ 3 കൊണ്ട് ഹരിക്കുക. ഇപ്പോൾ ഇവിടെയാണെങ്കിലും 7 6 42 ചെയ്യുക, എന്നിട്ട് 3 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 14 കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് 8 × 9 ചെയ്യുക. 8 സ്റ്റാർ 9 കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 8 × 9 ചെയ്യുക, ÷ 3 ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ 3 കൂടി ഇവിടെ ക്യാൻസൽ ചെയ്യും. 3 3 8 24. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ റീസണിങ്ങിൽ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കും, പസിൽസ്. അപ്പോൾ അത് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒരുപാടെണ്ണം ഇതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊരു ഇക്വേഷൻ പറയാനൊന്നും പറ്റില്ല, പക്ഷേ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരുപാടെണ്ണം പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു: √2, √4, √6, √8 ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഇപ്പോൾ √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2ൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റ് ഡെസിമൽ പോയിൻറ്റ്സ് ആയിരിക്കുമല്ലോ വരുന്നത്. അതുപോലെ √4 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. √6 എന്ന് പറയുന്നത് √6 എന്ന് പറഞ്ഞാൽ അപ്പോഴും പോയിൻറ്റ്സ് വരും. √8 എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൽ പൂർണ്ണവർഗമായത് 4 ആണ്. √4ന് 2 ഉണ്ട്. അപ്പോൾ അതിൽ പൂർണ്ണവർഗമല്ലാത്തതാണ് ബാക്കിയെല്ലാം. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് √4 ആണ്. അടുത്തത് നോക്കാം. ഒരു ക്ലോക്കിലെ സമയം 3:30 ആണ്. കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം എത്ര സമയം കാണിക്കും? ഒരു ക്ലോക്കിലെ സമയം 3:30 ആണ്. ഓക്കെ, അതിലെ കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം എത്ര സമയം കാണിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നു. ഈ ക്വസ്റ്റ്യൻസിനകത്ത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിബിംബത്തിൻ്റെ പ്രോബ്ലംസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. ഒരെണ്ണമെങ്കിലും വരുന്നതാണ്, എല്ലാ ക്വസ്റ്റ്യൻസിനും ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രതിബിംബത്തിൻ്റെ ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്, ഇപ്പോൾ തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 11 മണിക്കുള്ളിലാണ് വരുന്നതെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ചെയ്യാം. 11:60 നിന്ന് ഈ തന്നിരിക്കുന്ന സമയം കുറച്ചാൽ മതി. ഓക്കെ, 11:60 എന്ന് വെച്ചാൽ എന്താ? 11 മണി കഴിഞ്ഞ് 60 മിനിറ്റ്. സാധാരണ 11 ഇങ്ങനെ 3:45, 11:50, 51, 52 അങ്ങനെ പോയി 11:59 കഴിഞ്ഞിട്ട് എന്താ വരാറ്? 12 എന്നാണ് വരിക, അല്ലേ? അപ്പോൾ ഈ 12ന് പകരമാണ് നമ്മൾ എന്തെന്ന് എഴുതുന്നത്? 11:60 എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ 11:60 നിന്ന് കുറച്ച് നോക്കുക. അപ്പോൾ ഇതിൽ 5 മണി 30 മിനിറ്റ്, അതുപോലെ 4 മണി 30 മിനിറ്റ്, 6 മണി 8 മണി 30 മിനിറ്റ് എന്നൊക്കെ തന്നിട്ടുണ്ട്. അതിൽ 11:60 നിന്ന് നമുക്ക് തന്നിരിക്കുന്ന സമയം 3:30 കുറയ്ക്കുക. 0 നിന്ന് 0 പോയാൽ 0, 6 നിന്ന് 3 പോയാൽ 3, 11 നിന്ന് 3 പോയാൽ 8. അപ്പോൾ 8:30, 8 മണി 30 മിനിറ്റ്, 8 മണിക്കൂർ അല്ലെങ്കിൽ 8 മണി 30 മിനിറ്റാണ് സമയം കാണിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ 11:60 നിന്നാണല്ലോ കുറയ്ക്കുന്നത്. ഇപ്പോൾ സപ്പോസ് 11 നമുക്കിപ്പം ഈ 11ന് കൂടുതലുള്ള ഒരു ടൈമാണ് വരുന്നതെങ്കിൽ ഈ 11:60 നിന്ന് കുറച്ചാൽ ശരിയാവില്ല. അപ്പം നമ്മൾ 3:60. ഓക്കെ, 23:60 എന്ന് വെച്ചാൽ 24 മണി എന്നാണ് അർത്ഥം. 23:59 കഴിഞ്ഞിട്ട് 24ന് വരെ നമ്മൾ എന്തെന്ന് എഴുതുന്നു? 23:60. ഓക്കെ, അപ്പോൾ വേറൊരു സമയം ഇപ്പോൾ ഒരു 11:25 അങ്ങനെയൊക്കെ സമയം തരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 12 മണി അങ്ങനെയൊക്കെ തരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 23:60 നിന്ന് വേണം കുറയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർക്കുക. അടുത്ത ചോദ്യം, ഇപ്പോൾ 2 gives 2 എന്ന് പറയുന്നത് 32ന് ഈക്വലൻ്റ് ആണ്. അതുപോലെ 3 gives 243 243. അങ്ങനെയാണെങ്കിൽ 5 എന്തിന് ഈക്വലൻ്റ് ആണ്? അപ്പോൾ 2 എന്ന് പറയുന്നത് 32 ആവുന്നത് എങ്ങനെയാണ്? നമ്മൾ ആലോചിച്ച് നോക്കുക. 2ഉം 32ഉം തമ്മിൽ എന്താണ് റിലേഷൻ? അപ്പോൾ 2⁻1 2 ആണ്. 2⁻2 വരുമ്പോൾ എത്രയാണ്? 4 ആണ്. അതുപോലെ 2⁻3 വന്നാൽ 8 ആണ്. 2⁻4 വന്നാൽ 16 ആണ്.
5 ആണ് ഈ 32 എന്ന് പറയുന്നത് അല്ലേ, 32. അപ്പോൾ ഇതിലെ നോക്കുക, 3 എന്തിന് ഈക്വലൻ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് 243. 3ൻ്റെയും കണ്ടു നോക്കുക. അപ്പോൾ 3/5 ആണ് 243. 2/5 32ഉം 3/5 243. അപ്പം നമുക്ക് 5 കീസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 5/5 കണ്ടുപിടിക്കണം. അപ്പോൾ 5 × 5 × അങ്ങനെ 5 തവണ എഴുതി. ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഈ 5 × 5 എന്താ? 25. ഈ 5 × 5 എന്താണ്? 25. നമുക്കറിയാം 25 × 25 നമുക്ക് ഈ സ്ക്വയേഴ്സൊക്കെ നമ്മളൊരു 30 വരെയെങ്കിലും കാണാതെ പഠിച്ചിരിക്കണം എന്നാണ്. അപ്പോൾ 25 × 25 എത്രയാണ്? എളുപ്പത്തിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. 25 × 25 625 ആണ്. ഇനി 625 × 5 = എത്രയാണ്? 3125 ആണ്. അപ്പോൾ ഇങ്ങനെയാണത് ചെയ്യേണ്ടത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.